രണ്ട്, ബുദ്ധിയിൽ അന്ധകാരം. ബുദ്ധിയിൽ അന്ധകാരം എന്ന് പറഞ്ഞാൽ ധാരണയിൽ അന്ധകാരം. ചില തെറ്റായിട്ടുള്ള ധാരണകളുണ്ട്. എനിക്കിപ്പോൾ കുട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുട്ടിയെ ആക്കാമെന്ന് പറയുന്ന ഒരു ധാരണ. ഏത് IVF ചെയ്തും കുഞ്ഞിന് വേണ്ടി പരിശ്രമിക്കാമെന്ന് പറയുന്ന ധാരണ തെറ്റായ ധാരണയാണ്. ഉള്ളിലുള്ള കുഞ്ഞിന് എന്തോ ഒരു തകരാറുണ്ട്, അംഗവൈകല്യമുണ്ട്. എടുത്തു കളഞ്ഞില്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു ബാധ്യതയാകുമെന്ന് പറയുമ്പോ ആ കുഞ്ഞിനെ എടുത്തു കളയാൻ വേണ്ടി ക്ലിനിക്കിലേക്ക് പോകുന്ന ധാരണ ഏത് ധാരണയാണ്? ബുദ്ധിയിൽ അന്ധകാരം എന്ന് പറയുന്നത് അതാണ്. ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെട്ടപ്പോ വിദേശത്തുള്ള ജോലിക്ക് ഈ കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതി ആ കുഞ്ഞിനെ എടുത്തു കളയുന്ന ധാരണ ഏത് ധാരണയാണ്? ബുദ്ധിയിൽ അന്ധകാരം, ധാരണയിൽ അന്ധകാരം. കുഞ്ഞെ, നിന്റെ ധാരണയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പഴയ മനുഷ്യന്റെ ധാരണയാണത്. പഴയ മനുഷ്യന്റെ രണ്ടാമത്തെ ജീർണതയാണ് പറയുന്നത്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിലായിരിക്കുന്നതിനും ഒരുമിച്ച് താമസിക്കുന്നതിനും തെറ്റില്ല എന്ന് പറയുന്നത് ഏത് ധാരണയാണ്? ഞങ്ങൾ പരസ്പരം ഉപേക്ഷിക്കില്ല എന്ന് പ്രോമിസ് ചെയ്തു. എവിടെ വെച്ച്? ബെഡ്റൂമിൽ വെച്ച്, ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങൾ പ്രോമിസ് ചെയ്തു, ഇനി ഞങ്ങൾ ഉപേക്ഷിക്കില്ല. അപ്പോൾ അതിൽ തെറ്റില്ല എന്ന് പറയുന്ന അന്ധകാരം. ബുദ്ധിയിൽ അന്ധകാരം. ധാരണകൾക്ക് പിശക് പറ്റിയിരിക്കുന്നു. വീടിരിക്കുന്ന സ്ഥലത്തിന് ഗുണമില്ല, ഇത് വിറ്റിട്ട് വേറെ സ്ഥലത്ത് പോയാലേ രക്ഷപ്പെടൂ എന്ന് പറയുന്ന അന്ധകാരം.